ഫിലിം ഗാരേജിന്റെ ടർബോ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നലെ ഞായറാഴ്ച ദുബായിൽ സിലിക്കോൺ മാളിൽ വെച്ചായിരുന്നല്ലോ മമ്മൂട്ടി ചിത്രം ടർബോ എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്തത്. വൈശാഖിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനെ എത്തുന്ന ഒട്ടനേകം മറ്റ് താരനിര അഭിനയിക്കുന്ന മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയുടെ ട്രെയിലർ ഓൺലൈനായിട്ട് റിലീസ് ചെയ്തത് രാത്രി 9 മണിക്ക് ശേഷമായിരുന്നു. ചിത്രത്തിന്റെ ട്രെയിലറിന് ഓൺലൈൻ റിലീസിന് ശേഷം നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞത്. ഒരു മാസ് ആക്ഷൻ എന്റർടൈനർ സിനിമയായിട്ട് വരാനിരിക്കുന്ന സിനിമയാണ് ടർബോ. ഒപ്പം സിനിമയിലെ നായകൻ മമ്മൂട്ടിയുടെ ഒട്ടനേകം ആക്ഷൻ രംഗങ്ങൾ കൂടി കാണാനായിട്ട് കഴിയുന്ന സിനിമയായിട്ട് ടർബോ മാറുമെന്ന് ട്രെയിലർ കാണുമ്പോൾ തന്നെ വ്യക്തമായതാണ്. ഒരു മാസ് മസാല എന്റർടൈനർ സിനിമയുടെ അതേ ശൈലി അന്യസംസ്ഥാന സിനിമകളുടെ ഒരു ശൈലിയെല്ലാം തന്നെ സിനിമയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്ന് ട്രെയിലർ കാണുമ്പോൾ തന്നെ വ്യക്തമായതാണ്. എന്തായാലും ട്രെയിലർ യൂട്യൂബിൽ തരംഗമായിട്ട് ഓടുകയാണ്. ഇന്നലെ അർദ്ധരാത്രിയോട് തന്നെ 1 മില്യണിലധികം യൂട്യൂബ് വ്യൂവേഴ്സ് നേടിയെടുത്ത ചിത്രത്തിന്റെ ട്രെയിലർ ഇപ്പോഴത്തെ 3.3 മില്യൺ യൂട്യൂബ് വ്യൂവേഴ്സിന് മുകളിലേക്ക് കടക്കാനായിട്ട് ഒരുങ്ങുകയാണ്. യൂട്യൂബ് കൗണ്ട് പ്രകാരമുള്ള കണക്കാണത്. റിയൽ ടൈം വ്യൂവേഴ്സ് ഒരുപക്ഷെ 3.5 മില്യൺ അതല്ലെങ്കിൽ 4 മില്യണിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെൻഡിംഗ് ലിസ്റ്റിലും 1-ാം സ്ഥാനത്ത് ടർബോ ട്രെയിലർ ഇടം നേടിയെടുത്തിരിക്കുകയാണ്. ഇനി ടർബോയുടെ തിയേറ്റർ റിലീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ രാത്രി സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നതിന് ശേഷം സിനിമയ്ക്ക് ഡിമാൻഡ് കൂടി. അതുകൊണ്ട് 500-ലധികം സ്ക്രീനുകൾ സിനിമയ്ക്ക് ആദ്യ ദിവസം കേരളത്തിൽ ഉണ്ടാകും എന്നൊരു വാർത്തയെല്ലാം തന്നെ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ അത് തെറ്റാണ് എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. 500-ലധികം സ്ക്രീനുകളെല്ലാം തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കിട്ടാനുള്ള സാധ്യത കുറവാണെന്ന് പ്രേക്ഷകരെ അറിയിച്ചു കൊള്ളട്ടെ. അതിന്റെ കാരണം ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമകൾ 2 ആഴ്ചകളിലേക്കാണ് തിയേറ്റർ സ്ക്രീനുകൾ ലോക്ക് ചെയ്തിരിക്കുന്നത്. ഒപ്പം അടുത്തയാഴ്ച ടർബോയോടൊപ്പം ക്ലാഷ് റിലീസായിട്ട് സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട്. ഒരുപക്ഷെ സോളോ റിലീസ് ആയിരുന്നെങ്കിൽ 500 സ്ക്രീനുകളെല്ലാം തന്നെ സിനിമയ്ക്ക് നിസ്സാരമായിട്ട് ലഭ്യമായേനെ. എന്തായാലും മാസ് എന്റർടൈനർ സിനിമയ്ക്ക് 400-ൽ പരം സ്ക്രീനുകൾ ലഭ്യമാകുമോ എന്നാണ് അടുത്ത ദിവസങ്ങളിൽ നാം ഉറ്റുനോക്കുന്നത്. ഇതിനിടയിൽ സിനിമയുടെ കേരളത്തിലെ തിയേറ്ററുകളിലെ ആദ്യ പ്രദർശനം രാവിലെ 9 മണിക്ക് ശേഷമായിരിക്കും മെയ് 23-ന് ആരംഭിക്കുക. അപ്പോൾ കാത്തിരിക്കാം ടർബോ എന്ന സിനിമയുടെ കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കായിട്ട്.